ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ട ചാക്കിൽ നിറച്ചൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുകൊണ്ടൊരു സൂത്രം ചെയ്യലാണ്. നമ്മളിതിവിടെ ചെയ്യാൻ പോകുന്നു. കണ്ട, ഇത് മിൽക്ക് മിസ്റ്റ് തൈരിൻ്റെ ഡബ്ബകളാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഇതൊക്കെ ഒരു ചാക്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ വെറുതെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്നേക്കാളും നല്ലത് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ചെടി വയ്ക്കാൻ ഉള്ള എന്തെങ്കിലും ഒരു ട്രിക്സ് ഉണ്ടാവും ആ നേരത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോവാം കേട്ടോ. ഇത്രയും ഡബ്ബകളുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല തോട്ടത്തിലിരിക്കുന്നു കാണാനായിട്ട്. നമുക്ക് ഇത് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കിയാലല്ലേ ഇരിക്കുന്നു കാണാൻ ഭംഗി, ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ. ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ വേറൊരു പണിയുണ്ട്. ഇവിടെ ഹോളിട്ട് കൊടുക്കണം. വെള്ളം വാർന്നു പോകാനുള്ള ഹോളില്ലേ ഡബ്ബയ്ക്കൊന്നും. കണ്ട, മൂടി തുറന്നു കഴിഞ്ഞാൽ മൂടി തുറന്ന് കാണിച്ചാൽ കണ്ട, ഇത് ഈ തൈര് വരുന്നത് 1 ലിറ്ററിന്. ഫാം ഫ്രഷ് മിൽക്കി മിസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് ഈ ഡബ്ബ ഇങ്ങനെ ചെടി നട്ടാൽ ശരിയാവില്ല. അപ്പം ഇതിന് ഹോളൊക്കെ ഇട്ട് കൊടുക്കണം. ഹോളിട്ട് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. ഡബ്ബയ്ക്ക് ഇതേ ഹോളൊക്കെ ഇട്ടു നമ്മൾ. കണ്ട, ഒറ്റ ഹോൾ ഇട്ട് കൊടുത്തു, ഒരെണ്ണം. കുറേ ഹോളൊന്നും ഇട്ടില്ല, നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. ഈ ഡബ്ബയിലൊക്കെ നമ്മളെ ഈ ഡബ്ബ കറുത്ത പെയിൻ്റ് അടിച്ചു കൊടുത്തു. ഭയങ്കര മിനുസായോണ്ട് വേറെ ഒരു പെയിൻറ്റും ഇതുമ്മ പിടിക്കുന്നില്ല. അപ്പം പിന്നെ ലാസ്റ്റ് കറുപ്പ് പെയിൻ്റ് തന്നെ അടിക്കാമെന്ന് തീരുമാനിച്ചു. ഇതാകുമ്പോൾ പിടിക്കുന്നുണ്ട് ഇതുമല്ലേ. നല്ല മിനുസുള്ള പ്ലാസ്റ്റിക്കാണ് ഈ തൈരിൻ്റെ ഡബ്ബ. അപ്പോൾ ഇതുമേൽ വേറെ സ്പ്രേ പെയിൻ്റ് ഒന്നും തട്ടണില്ല. ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുന്നു. നമ്മുടെ സ്കിന്നൊക്കെ ഉരിയൂല. അതേപോലെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ, ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പൊള്ളി പൊള്ളി പോരുന്നു, പൊള്ളച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇത് കറുത്ത പെയിൻ്റ് തന്നെ അടിച്ചു. അപ്പോൾ അടിഭാഗവും ഈ മേൽഭാഗവും അടിക്കുന്നില്ല, ഇവിടെ മാത്രം സൈഡ് മാത്രം അടിച്ചു കൊടുക്കും. ഇതേ മിനി വന്നിട്ടുണ്ട് കേട്ടാ. ആയ മിനി അവിടെ അതേ വിളിച്ചിട്ട് കഴിഞ്ഞു. മിനി ഒരു കാര്യം ചെയ്ത് ഇതൊന്ന് വലിച്ചു വെച്ച അങ്ങോട്ട് വെയിലെത്തിക്ക്. അതിനങ്ങോട്ട് വലിച്ചു വയ്ക്കും. പതുക്കെ വലിക്കും. കാറ്റത്ത് വലിയട്ടാ. അയ്യോ, അത് മറിഞ്ഞ് വീണ അടിഭാഗത്തൊക്കെ കറുപ്പ് പെയിൻ്റ് ആവും. പതുക്കെ കൊണ്ടോ ആ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞു. ഇനി അതിനൊക്കെ ആ ഡബ്ബയ്ക്ക് ഒരു ചെറിയൊരു പിടുത്തമുണ്ട്. അതിനൊക്കെ നമുക്ക് വള്ളിയിൽ കെട്ടി കൊടുക്കാം, എന്നാലേ ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബ്ബയൊക്കെ തന്നെയാണ് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര കനം കുറച്ചാണ് ഞാൻ അടിച്ചു കൊടുത്തത്. കട്ടിയിലടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടണേ. അപ്പം ഇതിപ്പോൾ നല്ല ഡിസൈനായി. അടിഭാഗവും ഇതിൻ്റെ അടിഭാഗവും ഈ ഭാഗവും വൈറ്റ്, അടിവിൽ മാത്രം ബ്ലാക്ക്, അങ്ങനെ അടിച്ച് വെച്ച്. അപ്പം നല്ലതായി. ഇത് കാറ്റത്ത് പെട്ടെന്ന് വലിയും. ഈ പെയിൻ്റ് അടിച്ച ഡബ്ബകളൊക്കെ നമുക്കിത് ഈ ആണിയും ഈ ടാങ്കീസും വെച്ചിട്ട് നമ്മൾ കെട്ടിയെടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായി ഇത് ഒന്നിന് മേലെ ആയിട്ട് കെട്ടിയെടുക്കാം. ഈ ആണി നമ്മൾ ഈ ടാങ്കീസ് വെച്ചത് ഇതുപോലെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ നുരുക്കണം നമുക്ക്. ടാങ്കീസല്ലേ, അപ്പം ഇതിങ്ങനെ അഴിഞ്ഞു പോകും. ഒട്ടിച്ചു വെച്ചു കെട്ടിങ്ങനെ വലിയുമ്പോഴേ അഴിയാണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഡബ്ബ എടുത്തു. ഈ ഡബ്ബ എടുത്തിട്ട്
എത്രത്തോളം ഹാങ്ങിങ് വേണം, ഇത്ര മതി അല്ലേ ഹാങ്ങിങ്. ഇത്ര വെച്ചിട്ട് മുറിച്ചെടുക്കുക. നമ്മളൊരളവ് എടുത്തിട്ട് മുറിക്കുക. കത്രികയെ അവിടെ ഇട്ട് നമുക്ക് ഏകദേശം നമ്മൾ അളവ് നോക്കാം. നമുക്ക് എത്രത്തോളം ഇതിങ്ങനെ മേലേക്ക് മേലെ ഇടാൻ ഹാങ്ങിങ് വേണം എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കും. അപ്പം ഞങ്ങളിത് ഇതുപോലെ കെട്ടിയെടുത്തത് നാലിലാണ് കെട്ടുന്നത്. കണ്ട പൊക്കി പിടിച്ച പിന്നെ രണ്ടാൾക്ക് ഇത്ര ആയിട്ടുള്ള കണ്ട 1 2 3 4 4 വെച്ചിട്ടാണ് ഓരോ ഇതിൽ ചെയ്യുന്നത് ഞങ്ങൾ. ഇനി ഇത് കെട്ടിയെടുക്കട്ടെ കേട്ടാ. അപ്പം ഇത് കെട്ടി കഴിഞ്ഞിട്ട് ഇനി ചെടി വയ്ക്കാം നമുക്ക്. ഈ വിങ്കാ റോസാണ് കേട്ടോ നമ്മളതിലൊക്കെ ഇപ്പം നട്ട് കൊടുക്കാൻ പോണത്. അപ്പം നമുക്കിത് ഒരേ ചട്ടിയിലായിട്ട് നട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ കോർക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നായക്കൂടിൻ്റെ അവിടെ അതേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പോട്ടിംഗ് മിക്സൊക്കെ ഇടണം. പോട്ടിംഗ് മിക്സ് ഇട്ട് ചെടി നട്ടിട്ട് വേണം ശരിക്കുള്ള സ്ഥലത്ത് കൊണ്ട് നമുക്കിത് കുളത്തിടാനായിട്ട് കേട്ടാ. അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് പോട്ടിംഗ് മിക്സ് ഇടല. ഹിറ്റ്ലറിൻ്റെ കൂടിൻ്റെ അടുത്തായ കാരണം ഹിറ്റ്ലർ ബഹളം വെക്കുന്നുണ്ട്. അവൻ്റെ കൂടിൻ്റെ അടുത്താണ് ഞങ്ങൾ നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പം അവനെ പുറത്തേക്ക് ചാടാണ്ടുള്ള ബഹളം അങ്ങനെ. അപ്പം ഇനിയിൽ മണ്ണിടാൻ ഇനി ഓരോന്നോരോന്ന് ഞാൻ താഴേക്ക് എടുക്കാം. താഴെ തൊട്ടിട്ട് അല്ലെങ്കിൽ മേലെ തൊട്ട് അടിയിൽ നമുക്ക് ചെറിയ ഇത് ഓടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. മണ്ണ് മതിയോ ഇതിൻ്റെ അടിയിൽ. മണ്ണിട്. ചെടി മാറി നിൽക്ക്. ഇതേ ഹിറ്റ്ലർ ഇടുന്ന് ബഹളം വെക്കിന്. വേഗം വേഗം മതി മതി. ഇനി ചെടി വെക്കണ്ട, നട്ടിട്ട് കുറേശ്ശെ മണ്ണിട്ടാൽ മതി. പിന്നെ ചെടി വെച്ചിട്ട് ബാക്കി മണ്ണിടാം. കുറേശ്ശെ മാറി ചെടി മതി മതി. വെയിറ്റ് ഒന്നുണ്ടോ? വെയിറ്റ് ഉണ്ട് ഉണ്ടല്ലേ. മണ്ണല്ലേ ചകിരി ചോറില്ലല്ലോ. നീ ലോഡിന്റെ പീസ് വെക്കും. അടുത്തത് ഓടിന്റെ പീസ് വെക്കി. മണ്ണ് മുഴുവൻ പോവില്ല അല്ലെങ്കിൽ. മണ്ണിട്ട ചേട്ടാ 1 മിനിറ്റ്. ഓടിൻ്റെ പീസ് ചോന്ന് വെച്ചാൽ മണ്ണൊക്കെ കുത്തി വെച്ച് പോകും. മതി, അത്ര മണ്ണിട്ടാൽ മതി. ചെടി നടേണ്ടതല്ല. പിന്നെ അല്ലെങ്കിൽ മണ്ണ് അധികമാവും. ചാണകപ്പൊടി ഇട്ടില്ലേ? ഈ വിങ്കാ റോസൊക്കെ ഓരോ കളറ് ഓരോ പോട്ടിലായിട്ട് നട്ടു കൊടുക്കാം നമുക്ക്. കണ്ട ചോപ്പ്, പിങ്ക്, പർപ്പിള്, ഞാൻ കുറേ കളറുണ്ട്. ഡാർക്ക് പർപ്പിള് ഡിസൈനായതൊക്കെ ഓരോ കട ഓരോ പോട്ടിൽ വെച്ച് നടാം. ഇപ്പം നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇവിടെ എല്ലാം നമ്മൾ വെക്കുന്നത് സ്ഥലത്തിന് വെക്കുന്നത്. ഇതിപ്പോൾ നായക്കൂടിൻ്റെ അവിടെ വെച്ചിട്ടുള്ള നായരെ ബഹളം കേട്ടോ. വീട്ടിലൊക്കെ നിന്നത് ആകെ ബഹളം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി ഞങ്ങളിത് കാർ പോർച്ചിലാണ് ഇത് ഇടാൻ പോണത്. ഇവിടെ നായക്കുടീൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലേ, താഴെ മുട്ടും ഇത്. പിന്നെ അതുപോലെ ഇവർ ഓടി നടക്കുമ്പോൾ അത് കൊളുത്തി വലിച്ചൊക്കെ അത് പൊട്ടിച്ച് കളയും. അപ്പം അതുകൊണ്ട് ഇത് കാർ പോർച്ചിൽ ഇനി കൊളുത്തണം നമുക്ക്. ഇതിനൊരു ഹുക്ക് ഉണ്ടാക്കണം നമുക്ക്, ഇത് കൊളുത്തണമെങ്കിൽ. അപ്പം അതിൻ്റെ പണിയിലാണ് ഞാനും പിന്നെ. പയ്യനോട് ഉള്ളതെല്ലാം പറ്റി അടപ്പാസമുള്ള മണിയരപ്പ നാം വീശ വെച്ച കുളന്തയപ്പ ഒരു കൈ നമ്പി ഉയർന്നിടപ്പാറ് എനിക്കുള്ള ശക്തി തിരിക്ക്. ഞങ്ങളുടെ പണിയുടെ ഇടയിൽ ഇതേ വന്നിട്ട് നോക്കി കണ്ട ശല്യപ്പെടുത്തുന്ന പാട്ടൊക്കെ പാടി. പോവല്ല പോവല്ല. ഓ പട്ടിണി താമര. അപ്പൊ ഇവിടുത്തെ താമരയൊന്നും കണ്ടില്ല. ഒരെണ്ണാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമതായിട്ട് ഇയാളറിയോ ഈ ഒരാള് ഇങ്ങോട്ട് നീങ്ങുന്ന പരിചയപ്പെടുത്തട്ടെ. കാണില്ല ഈ ഒരാളറിയാത്തവരുണ്ടാവില്ല. രാമകൃഷ്ണൻ മലപ്പാടി അല്ലേ പറഞ്ഞോന്ന് ആരുന്ന്? രാമകൃഷ്ണൻ മലപ്പാട് തന്നെയാണ്. രാമകൃഷ്ണൻ മലപ്പാട്. ചെടി ചെടിനെ പറ്റി ഇത് സംശയങ്ങളും ഇതും ഒരു ചെടി എങ്ങനെ വളർത്താന്ന് പറഞ്ഞുതരും. നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞുതരും. അപ്പൊ കണ്ടോട്ടോ കുട്ടികളെ, ഇതാണ് രാമകൃഷ്ണ മലപ്പാട്. ഡാൻസറാണ് കേട്ടാ. ഇപ്പൊ കാണിക്കുന്നു രജനീകാന്തിന്റെ സ്റ്റൈല്. ഒരു ഡാൻസ് എന്തായാലും ഞങ്ങള് ഇപ്പൊ വീക്കാറോസ് വെക്കുന്നതിന്റെ ഇടയിൽ ഒരു ഡാൻസ് ഇവിടെ കളിച്ച അതിൽ വരും. മണ്ടരക്കവിയിലേ മണ്ടരക്കവിയിലേ വിലപുരങ്കണ എന്നോட കുഞ്ഞാനേ നോക്കുമ്പോ വേണോ മണ്ടരക്കവും തൊട്ടടുത്താണേലോ വെട്ടം വരുമ്പോഴേ രാവിലെ പോകും ഞാൻ മണ്ടരക്കാവിയിലേ വിലപുരം കാണാ എന്നോட കുഞ്ഞാനേ നോക്കും പോകണോ മകരക്കൊഴുത്ത് കഴിഞ്ഞാ മാനം തെളിയുമ്പോ മണ്ടരക്കാവിയിലേ പൂരം കൂടിക്കേറോ. അത് മതി കേട്ടോ. അടിപൊളി 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 അടിപൊളി. വാമിനി അവിടെ വെക്കിട്ടാ താഴെ പൈനയും പൊക്കാവുന്നു. പൊക്കിങ്ങനെ ഒരു ഞാൻ പൊക്ക് കേട്ടാ. അതിനെ പൊക്കും. കുഴപ്പമില്ല അല്ല ഞാൻ ഇത് കാരണം ഇത് ടാങ്കീസ് അല്ല. കുഴപ്പമില്ല. ഒരിത്തിരി വ്യത്യാസമുള്ള എവിടെ വെക്കുക പറഞ്ഞു മറ്റേ എങ്ങനെ മണ്ണ് പോകുന്നു. ഞാനിങ്ങനെ വെച്ചു. അവിടെ മണ്ണ് പോയി കേറിക്കാൻ ഞാൻ പൊട്ടിത്തരാം. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇവിടെ കൊളത്തി നോക്കാം. ഞാൻ ബുക്കാ ആക്കിക്കാ കൊളത്തിക്കാ കൊളത്ത്. ഇനി ഇത് വിട് വിട്.
ഡബ്ബ എന്താ അങ്ങനെ ഇല്ലേ? അത് ഇങ്ങനെ തീറ്റോണ്ട് മണ്ണ് കൂടി അല്ല, അപ്പൊ അതിന്റെ ആ വള്ളി പൊട്ടിപ്പോരുവോ? പ്ലാസ്റ്റിക്കിന്റെ പക്ഷെ എല്ലാ ഡബ്ബയും ഇതുണ്ട്. പക്ഷെ ഇത് മാത്രമേ റൗണ്ട്. പക്ഷെ അതിലൊക്കെ കുറവാ. ഇതിലിട്ടൊക്കെ കൂടിപ്പോയി. മണ്ണെടുക്കണ കുറച്ച് മണ്ണെടുക്കായി. ആ നിൽക്കട്ടാ. ഇപ്പൊ ഞങ്ങൾ ഇതേ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റട്ടെ. ലാഡർ എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ് നമ്മ കൊടുത്തു. ഇതെന്താ നീളം കൂടുതൽ അവിടെ മേലെ കെട്ടിയത് കണ്ട അവിടെ ചുറ്റി വെക്കാൻ പറ്റുമോ? പിങ്ക റോസ് ഇതേ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ കണ്ട ഹുക്ക് എസ്കുളത്ത് കാണുന്നുണ്ട മേലെന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ട ഓരോ ഇതിലും 4 ഡബ്ബ വെച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കണ്ട ചെറിയ ചെറിയ ഡബ്ബകൾ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കിടക്കണ ഡബ്ബകളൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കാർ പോർച്ചില തോട്ടത്തിലൊക്കെ ചെയ്തിടാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ചെറുതായി സപ്പോർട്ട് ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. ഇത് ചെയ്തത് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനി ഞങ്ങൾ വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.